വലിയ ഒരു സന്തോഷത്തിലേക്ക് ഒരു യാത്രയിലേക്ക് പോയതാണ്. പക്ഷേ വലിയൊരു ദുരന്തമാണ് നമുക്ക് മുന്നിൽ ഉണ്ടാകുന്നത്. 7 പേർ മരിച്ചവരിൽ 7 പേർ അധ്യാപികമാരാണ് എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ 8 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഔദ്യോഗികമായി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നത് 13 പേരാണ് വാഹനത്തിൽ ഉണ്ടായതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. മറ്റ് തെരച്ചിലും ആ ഭാഗത്ത് നടന്നിരുന്നു. മറ്റാളുകളെ പരിക്കേറ്റ ആളുകളെയെല്ലാം ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മലപ്പുറത്ത് നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് സമീപത്തു നിന്നുള്ള ഇവരുടെ നാട്ടിൽ നിന്ന് പാറമ്മൽ GLP സ്കൂളിലെ അധ്യാപകരാണ്. അവിടെ നിന്നുള്ള നാട്ടുകാരും പൗരപ്രമുഖരുമായിട്ടുള്ള ആളുകൾ ഇപ്പോൾ അപകട സ്ഥലത്തേക്ക് പൊള്ളാച്ചിയിലേക്ക് കൂടി ആശുപത്രി കൂടി ലക്ഷ്യം വെച്ച് അവിടേക്ക് പോയിട്ടുണ്ട്. ആരൊക്കെയാണ് മരിച്ചത്, ആരൊക്കെയാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അക്കാര്യത്തിൽ ഒരു വ്യക്തത അവിടെ എത്തിയതിന് ശേഷമാകും മനസ്സിലാവുക. അതിനായി ആളുകൾ ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുണ്ട്. 2.5 മണിക്കൂറിന് ശേഷം അവിടേക്ക് എത്താനാകുമെന്നാണ് നാട്ടിൽ നിന്ന് അവർ പറയുന്നത്. എന്തായാലും വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. DGP റവാഡ ചന്ദ്രശേഖർ കൂടി ചേരുകയാണ്. സാർ, ഇത് വലിയൊരു അപകടമാണ് ഉണ്ടായത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന് അവിടെ നിന്ന് പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടോ വിവരങ്ങൾ? അതെ, നിങ്ങൾ ഓൾറെഡി വി ആർ ഇൻ ടച്ച് വിത്ത് ദ തമിഴ്നാട് പോലീസ്. DGP സംസാരിച്ചിരുന്നു, അവിടുത്തെ SP സംസാരിച്ചു. അവരുടെ തന്നെ നമ്മൾ ഇതിലെ നമ്മുടെ കുളത്തൂരിന് വേണ്ടി പോയ 13 പേർ യാത്രക്കാരിലെ അപകടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വാൽപ്പാറയിലെ ഒരു ഹെയർ പിൻ ബണ്ടടുത്ത് വണ്ടി വീണത് കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. 8 പേർ മരണപ്പെട്ടു പറഞ്ഞാണ് അവിടെ. ബാക്കി 5 പേരുടെ പരിക്കേറ്റിരുന്നാണ്. അവരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി അവിടുത്തെ SDRF ലോക്കൽ പോലീസും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടുത്തെ ലോക്കൽ പോലീസായിട്ട് സജീവമായിട്ട് ടച്ചിലോ ഉണ്ട്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് ആവശ്യമുള്ള ശുശ്രൂഷ കൊടുക്കാൻ വേണ്ടിയുള്ള മേക്കിംഗ് എഫർട്ട്സ് ചെയ്യാറ്. അവിടെ സുരക്ഷ ഏതെങ്കിലും ഹെയർപിന്നിൽ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ച അങ്ങനെ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? സാധാരണ ഇതിൽ സുരക്ഷയുള്ള സ്ഥലമാണോ? അതിനെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവിടെ നമുക്ക് പ്രാഥമികമായിട്ട് കിട്ടിയ വിഷയങ്ങൾ മാത്രമാണ്. അതിൽ നമ്മൾക്ക് നോ വി ആർ ഇൻ ടച്ച് വിത്ത് ദ ലോക്കൽ പോലീസ്. അല്ല ആവശ്യം കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം പറയാൻ. അവിടെയുള്ള ആളുകളെ തെരച്ചിലൊക്കെ കൃത്യമായി നടത്തുന്നുണ്ടോ? സെർച്ചിങ് ഒക്കെ കൃത്യമായി നടത്തിയിട്ടുണ്ടോ? എല്ലാവരെയും അത് നടക്കുന്നുണ്ട്. അവർ 8 പേരിൽ ഓൾറെഡി റിക്കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി 5 പേർ കൂടി അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടുത്തെ SDRF ലോക്കൽ പോലീസും 2 പേർ തമിഴ്നാട് ലോക്കൽ പോലീസും SDRF കൂടെ ഡിപ്ലോയ് ചെയ്ത് പറഞ്ഞു. വളരെ നന്ദി ശ്രീ DGP റവാഡ ചന്ദ്രശേഖർ. അദ്ദേഹം പ്രതികരിച്ചത് അത് അവിടെയുള്ള SDRF അതോടൊപ്പം ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ട് അവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. മറ്റെല്ലാവരെയും തന്നെ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. 8 പേരെയാണ് മരണം പോലീസിൽ നിന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചത്. നമ്മൾ ഈ കണ്ടതുപോലെ വലിയ അതിരപ്പള്ളി വഴി വാൽപ്പാറയിലേക്ക് വഴി അത് പൊള്ളാച്ചിയിലേക്ക് പോകാനുള്ള ഒരു ശ്രമമായിരുന്നു ഈ യാത്രാ സംഘം നടത്തിയത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് പോയത്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടോ എന്നതൊക്കെ പോലീസുമായി ബന്ധപ്പെട്ട് അതിനുശേഷം പരിശോധിക്കും. ആ പരിശോധന ഉണ്ടാകുമെന്ന് DGP പറയുകയാണ്. അതിനിടയിൽ സംഭവിച്ച ഈ അപകടം സംഭവിച്ച ഉടൻ തന്നെ അവിടെയുള്ള നാട്ടുകാർ, രക്ഷാപ്രവർത്തകർ ഇടപെട്ടിട്ടുണ്ട്. അത് പോലീസും SDRF അടക്കമുള്ള ആളുകൾ അവിടെ തെരച്ചിൽ വളരെ വേഗത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട്. ഉള്ള ആളുകളെ അതിവേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മനസ്സിലാകുന്നത് 8 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം 5 പേരുടെ നില ഗുരുതരമാണ്. അതിൽ മരണപ്പെട്ടവരിൽ 7 പേർ സ്ത്രീകളും 1 പുരുഷനും എന്നതാണ് ഇപ്പോൾ പോലീസ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. എന്തായാലും ലോക്കൽ പോലീസുമായി ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇപ്പോഴും അവിടെ ഒരു പരിശോധനയും കൂടി നടത്തുന്നുണ്ട് എന്ന് DGP പറയുകയാണ്. വലിയ ഒരു അപകടമാണ് ഉണ്ടായത്. നിലവിൽ പരിക്കേറ്റവർ പൊള്ളാച്ചി ആശുപത്രിയിലാണ് ഉള്ളത്. അവിടെ ICU അടക്കമുള്ള സജ്ജീകരണങ്ങൾ കൃത്യമായി ഉണ്ട് എന്ന് അധികൃതർ അറിയിക്കുന്നു. അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ അങ്ങനെ മാറ്റാനുള്ള സൗകര്യങ്ങളും അവിടെയുണ്ട്. എന്തായാലും നിലവിൽ അവിടെയാണ് ചികിത്സ നടക്കുന്നത്. മറ്റ് മൃതദേഹങ്ങളും അവിടെ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ബന്ധുക്കളെ അതോടൊപ്പം നാട്ടുകാരെ കൃത്യമായി ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആളുകൾ ഈ ആശുപത്രിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ ആളുകൾക്ക് അവിടെ ആശുപത്രിയിലേക്ക് എത്താനാകും. അതിനുശേഷമാകും ആരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത് ആരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത. ഇപ്പോൾ മങ്കട MLA മഞ്ഞളാംകുഴി അലി കൂടി ചേരുകയാണ്. സാർ, അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ആളുകൾ ഇപ്പോൾ ചികിത്സ നടക്കുന്നത് പൊള്ളാച്ചിയിൽ ആശുപത്രിയിലാണ് എന്ന് മനസ്സിലാകുന്നു. ഇപ്പോഴും 5 പേർ ചികിത്സയിലുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോഴേ 9 പേര് മരിച്ചു എന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ 10 എന്നും പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഞാനിപ്പോൾ സംസാരിച്ച അവിടെ CIയുമായി സംസാരിച്ചത് ആ സമയത്ത് 9 പേര് മരിച്ചു എന്നാണ് പറഞ്ഞത്. 4 പേര് അവിടെ ട്രീറ്റ്മെന്റിൽ ഉണ്ട് താനും. ഇവിടെ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന കുറച്ച് അധ്യാപകരും അവരുടെ കുടുംബങ്ങളും ആ സ്കൂളിൽ ജോലി ചെയ്യുന്ന മറ്റുള്ള ഒരു സ്ത്രീയും കൂടി ഒരുമിച്ചാണ് ഇവർ പോയിട്ടുള്ളത്.
അപ്പോൾ അതിന്റെ പേരും ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ തിരക്കിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ നോക്കിയിട്ട് പിന്നെ പറയാം. MLA അവിടെ നിന്ന് ആളുകൾ പൊള്ളാച്ചിയിലേക്ക് പോകുന്നുണ്ടോ? കുറച്ച് ആളുകൾ അവിടെ നിന്ന് നാട്ടിൽ നിന്നുള്ള ആളുകൾ പോകുന്നുണ്ടോ എന്ന് മനസ്സിലാകുന്നു. MLA അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ? ആൾക്കാരൊക്കെ കൂടി ഒരുമിച്ച് പിന്നെ പോയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റുള്ള നമ്മുടെ മെമ്പർമാരും അവിടെയുള്ള PTA ആൾക്കാരെല്ലാവരുടെയും അവരെ ഇവിടുന്ന് അയച്ചിട്ടുണ്ട്. ശരി, MLA മഞ്ഞളാംകുഴി അലിയാണ് പ്രതികരിച്ചത്. എന്തായാലും ഇപ്പോഴും ആ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം അവിടെ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആ മരണസംഖ്യ വീണ്ടും ഉയരുന്ന തരത്തിലാണ് ഒരു ആശങ്ക പറയുന്നത്. 9 പേർ മരിച്ചു എന്ന് അവിടെ നിന്നുള്ള വിവരം MLA പങ്കുവെക്കുന്നു. പക്ഷേ ഔദ്യോഗികമായി പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് 8 പേരുടെ മരണമാണ്. 7 പേർ സ്ത്രീകളാണ്, ഒരു പുരുഷൻ എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് ആളുകൾ ഇപ്പോൾ അവിടേക്ക് ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. ആശുപത്രിയിലാണ് ഈ മൃതദേഹങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അതിരപ്പള്ളി ഭാഗത്ത് നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വാൽപ്പാറയിൽ വെച്ച് ഈ അപകടം ഉണ്ടായത്. നമുക്കറിയാം, ആ മേഖലയാകെ തന്നെ വലിയൊരു അപകട വളവുകൾ ഉള്ള വലിയൊരു മേഖലയാണ്. അവിടെ നിന്നുള്ള ഹെയർപിൻ വളവിൽ 13-ാം നമ്പർ ഹെയർപിന്നിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. വലിയ താഴ്ചയിലേക്കാണ് ഈ വാഹനം ടെമ്പോ ട്രാവലർ താഴേക്ക് വീണത്. ആദ്യഘട്ടത്തിൽ ഇത് 18 പേർ ഉണ്ട് എന്ന് കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാനാകുന്നത് 13 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ്. അവിടെയുള്ള അധ്യാപകമാരും അതോടൊപ്പം അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഒക്കെ ആയിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഒന്നിച്ച് 2 സ്കൂളുകൾ, ഒരു സ്കൂളിലെ അധ്യാപകരാണ് ഈ യാത്ര തീരുമാനിച്ചത്. അവരുടെ സുഹൃത്ത് എന്ന നിലയിൽ മറ്റൊരു സ്കൂളിലെ അധ്യാപകരും ഈ യാത്രയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ അധ്യാപകർ ചേർന്നുള്ള ഒരു വിനോദയാത്രയായിരുന്നു. ഈ സംഘം വിനോദയാത്രയ്ക്കായാണ് പോയത്. അതിനിടയിൽ നിന്നാണ് ഈ ഒരു അപകടം ഉണ്ടായത്. എന്തായാലും ഇപ്പോഴും ആരാണ് മരണപ്പെട്ടത് എന്ന കാര്യത്തിൽ കൃത്യമായൊരു വിവരം ലഭ്യമായിട്ടില്ല. ഈ 8 പേർ ആണ് മരണപ്പെട്ടത്. അതിൽ 7 പേർ സ്ത്രീകളാണ് എന്ന് മനസ്സിലാകുന്നു. വലിയ ഒരു അപകടമാണ് ഉണ്ടായത്. ഇപ്പോഴും നമുക്ക് കാണാം, ആശുപത്രിയിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഒരു ചികിത്സ നൽകാനുള്ള, വിദഗ്ധ ചികിത്സ നൽകാനുള്ള ഒരു ശ്രമം അവിടെയുണ്ട്. കാരണം വലിയ അപകടം ഉണ്ടാകുന്നു. അതിൽ ചില ആളുകളെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഗുരുതരമായ അവസ്ഥയിൽ 2 പേർ ഗുരുതരമായ അവസ്ഥയിലാണുള്ളത് എന്നുകൂടി ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. വലിയ അപകടമാണ് ഉണ്ടായത്. തുടക്കത്തിൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ ഉണ്ടായിരുന്നു. ആ സമീപത്തുള്ള ആളുകൾ തന്നെ ഈ അപകടം ഉണ്ടായത് അപ്പോൾ തന്നെ കണ്ടതിന് ശേഷം ഈ താഴേക്ക് ഇറങ്ങി വന്ന് അവിടെയുള്ള നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. വലിയ തരത്തിൽ ആളുകൾ ഇറങ്ങുകയും അവിടെ നിന്ന് ഈ വാഹനം തന്നെ തകർന്ന അവസ്ഥയിലായിരുന്നു ഈ താഴ്ചയിലേക്ക് ഇറങ്ങി വീണിരുന്നത്. അവിടെ നിന്ന് പല ആളുകളും വാഹനത്തിന് പുറത്തേക്ക് തെറിച്ചു വീണ അവസ്ഥയിലായിരുന്നു. അവിടെ നിന്നുള്ള നാട്ടുകാരാണ് തുടക്കത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് നിന്നത്. പിന്നീട് പോലീസ് എത്തി. പോലീസും SDRF സംഘവും അതിവേഗത്തിൽ തന്നെ ഈ ആളുകളെ ഓരോരുത്തരെയായി അവിടെ നിന്ന് മാറ്റി. 5 പേർ അവിടെ നിന്ന് തന്നെ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം മറ്റുള്ളവർ വാഹനത്തിൽ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇടയിൽ ചില ആളുകൾ മരണപ്പെട്ടു. എന്തായാലും വലിയൊരു അപകടത്തിലേക്കാണ് ഈ വിനോദയാത്രാ സംഘം എത്തിയിരിക്കുന്നത്. 8 മലയാളികൾ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. അതിൽ 7 പേർ സ്ത്രീകളാണ്. ഒരു അധ്യാപകൻ കൂടി മരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. മലപ്പുറം പാങ്ങ് പാറമ്മൽ GLP സ്കൂളിലെ അധ്യാപകരാണ് ഈ യാത്രക്കായി പോയത്.